Hello, welcome to our spoken English class. ഇന്ന് നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ഡയലോഗിൻ്റെ ഭാഗമായി ഒരുപാട് ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സെൻറ്റൻസാണ് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അതിവേഗം ബഹുദൂരം സഞ്ചരിക്കും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ ഈ ഒരു സെൻറ്റൻസിലൂടെ നമുക്ക് ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ ഈസിയായി പറയാം. അതിനെയാണ് അംബീഷൻ എന്ന് പറയുന്നത്. ഭാവിയിൽ നമ്മൾ എന്തായി തീരുവാൻ ആഗ്രഹിക്കുന്നു അതിനെയാണ് നമ്മൾ അംബീഷൻ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അംബീഷൻ ആയിരുന്നു ആ സമയത്ത് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞത് അതിവേഗം ബഹുദൂരം എല്ലാവരുടെയും ഞാൻ എത്തി സർവീസ് ചെയ്യും, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കും. അത് സാറിൻ്റെ അംബീഷൻ ആയിരുന്നു. സാർ അത് പറഞ്ഞത്. ഇതേപോലെ ഭാവിയിൽ നമ്മൾ എന്തായി തീരും അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, എളുപ്പമായി പറയാം എന്ന് നമുക്കിന്ന് നോക്കാം. ഇപ്പോൾ ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ അംബീഷൻ? നിന്റെ അംബീഷൻ എന്താ? നിനക്ക് വലുതാകുമ്പോൾ എന്താകണം, അല്ലെങ്കിൽ ഭാവിയിൽ നിനക്ക് എന്താകണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു കളക്ടർ ആവണം എന്നാണെങ്കിൽ ഞാൻ എങ്ങനെ പറയും? I shall become a collector. നമ്മൾ പഠിച്ചു, ഞാൻ ഇപ്പോൾ കളക്ടർ അല്ലല്ലോ, ഭാവിയിൽ ആവണം എന്നാണ് ആഗ്രഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ നടക്കുമ്പോൾ രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചു സെൻറ്റൻസസ് യൂസ് ചെയ്യാൻ, ഷാലും വില്ലും. എന്നെക്കുറിച്ച് പറയുമ്പോൾ അത് ഭാവിയിലെ കാര്യമാണെങ്കിൽ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? വെരി ഗുഡ്, ഷാൽ യൂസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ വരും? ഐ ഷാൽ ആവും എന്നാണ് പറയുന്നത്. ബിക്കം എന്ത്? എ കളക്ടർ. ഐ ഷാൽ ബിക്കം എ കളക്ടർ. നമ്മൾ പറയുകയാണ് അവൾക്ക് കളക്ടർ ആവണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് അവളുടെ ആഗ്രഹം അറിയാം. നമ്മൾ പറയുകയാണ് അവൾ കളക്ടർ ആവും. അപ്പോൾ വേറൊരു വ്യക്തിയാവുമ്പോൾ വിൽ യൂസ് ചെയ്യാം. ഷീ വിൽ ബിക്കം എ കളക്ടർ. ഷീ വിൽ ബിക്കം എ കളക്ടർ. ഇനി നമ്മൾ പറയുകയാണ് ഷിഫ കളക്ടർ ആകും. അപ്പോൾ അതെങ്ങനെ വരും? അവൾ എന്ന് പറയുന്ന അവിടെ ഷിഫയുടെ പേര് വെക്കുക. ഷിഫ വിൽ ബിക്കം എ കളക്ടർ. ഷിഫ വിൽ ബിക്കം എ കളക്ടർ. ഇനി കുറച്ച് വ്യക്തികളുണ്ട്, അവർക്ക് എല്ലാവർക്കും കളക്ടർ ആവണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? അവർ എന്ന് പറയുമ്പോൾ ദേ യൂസ് ചെയ്യും. ദേ വിൽ ബിക്കം കളക്ടേഴ്സ്. എല്ലാവരും കൂടി ഒരു കളക്ടർ ആവുകയാണോ? അല്ലല്ലോ. അപ്പോൾ ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ട് കളക്ടേഴ്സ്. ദേ വിൽ ബിക്കം കളക്ടേഴ്സ്. ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ ഭാവിയിൽ ഞങ്ങൾ കളക്ടേഴ്സ് ആവും. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഞങ്ങൾ എന്ന് പറയുമ്പോൾ we shall become collectors. ഐൻ്റെയും കൂടെയും വിയുടെ കൂടെയും ഷാൽ എപ്പോഴും യൂസ് ചെയ്യും. we shall become collectors. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ അംബീഷൻ പറയുവാൻ സാധിക്കും.
ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാലക്കാടുള്ള ഒരു ശശിചേട്ടനെ കണ്ടില്ലേ? അപ്പം അതേപോലെ ശശിചേട്ടൻ നമ്മളോടൊരു ആവശ്യം ചോദിച്ച് വരിക എന്ന് വിചാരിക്കുക. അപ്പോൾ ശശിചേട്ടൻ പറയുകയാണ്, എന്താ കുട്ടിയെ പറഞ്ഞുകൊണ്ടിരിക്കണത്? ഞാൻ സ്കൂളിൽ പോയത് മുണ്ടൂരാണ്. എനിക്ക് മാനേജർ ആവണമെന്നാണ് ആഗ്രഹം. അതെങ്ങനെ കുട്ടിയെ ഞാൻ ഇംഗ്ലീഷിൽ പറയാ? ഞാൻ ഭാവിയിൽ ഞാൻ മാനേജർ ആവുന്നു എന്ന് ശശിചേട്ടൻ ചോദിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ശശിചേട്ടന് മാനേജർ ആവണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ശശിചേട്ടന് പറയണം, ഞാൻ മാനേജർ ആവും. നമ്മൾ നേരത്തെ പഠിച്ചു, ഞാൻ മാനേജർ ആവും എങ്ങനെയാ പറയാ? ഐ ഷാൽ ബിക്കം എന്ത്? എ മാനേജർ. ഇനി നമ്മൾ പറയാ ശശി മാനേജർ ആവും. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ച പോലെ തന്നെ സെന്റൻസിലെ മെയിൻ ആളെ ആദ്യം വെക്കുക. ഇപ്പൊ നമ്മൾ ശശിയെ കുറിച്ചാണ് പറയുന്നത്. ശശി വിൽ ബിക്കം എ മാനേജർ. ശശി ഒരു മാനേജർ ആവും. ഇനി നമ്മൾ പറയുകയാണ്, അവൻ ഒരു മാനേജർ ആവും. അവൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഹീ വിൽ ബിക്കം എ മാനേജർ. അവൾ ഒരു മാനേജർ ആവുന്നാണെങ്കിലോ? ഷീ വിൽ ബിക്കം എ മാനേജർ. ഇനി നമ്മൾ പറയുകയാണ്, അവരെല്ലാവരും മാനേജേഴ്സ് ആവും. അവരുടെ എല്ലാവരുടെ ആഗ്രഹം അതാണെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദേ വിൽ ബിക്കം മാനേജേഴ്സ്. ദേ വിൽ ബിക്കം മാനേജേഴ്സ്. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മളൊരു 3-4 വ്യക്തികളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭാവിയിൽ മാനേജേഴ്സ് ആയാൽ മതി. നല്ലൊരു കമ്പനിയുടെ മാനേജേഴ്സ് ആയാൽ മതി. അപ്പോൾ എങ്ങനെ പറയും? വി ഷാൽ ബിക്കം മാനേജേഴ്സ്. വി ഷാൽ ബിക്കം മാനേജേഴ്സ്. ഈ രീതിയിൽ ഭാവിയിൽ ഒരു വ്യക്തി എന്തായി തീരണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു, അത് നമുക്ക് പറയുവാൻ പറ്റും. ഇതന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. ഇപ്പോൾ നമ്മൾ പഠിച്ചു, ഞാനൊരു മാനേജർ ആവുന്ന എങ്ങനെയാ പറയാ? ഐ ഭാവിയിലായത് കാരണം ഷാൽ ബിക്കം എ മാനേജർ. ഇതേ സെന്റൻസ് നമുക്ക് വേറെ രീതിയിൽ പറയാം. മൈ ആംബിഷൻ ഇസ് ടു ബിക്കം എ മാനേജർ. എൻ്റെ ആംബിഷൻ ഒരു മാനേജർ ആവാനാണ്. മൈ ആംബിഷൻ ഇസ് ടു ബിക്കം എ മാനേജർ. എൻ്റെ ആംബിഷൻ എന്ന് പറയുമ്പോൾ എന്ത് വന്നു? മൈ ആംബിഷൻ. എൻ്റെ ഭാവിയിൽ ഞാൻ എന്തായിത്തീരും എന്ന് പറയുകയാണ്. എൻ്റെ പുസ്തകം എന്നാണെങ്കിൽ എന്ത് പറയും? മൈ ബുക്ക്. അവൻ്റെ പുസ്തകം എന്നാണെങ്കിലോ? ഹിസ് ബുക്ക്. അവളുടെ പുസ്തകം എന്നാണെങ്കിൽ ഹർ ബുക്ക്. ഇനി ഞങ്ങളുടെ പുസ്തകമാണ്, അതാവുമ്പോൾ എന്ത് വരും? അവർ ബുക്ക്. ഇനി അവരുടെ പുസ്തകമാണ്, അതെങ്ങനെ വരും? their ബുക്ക്. ഇനി ഇത് ഞങ്ങളുടെ ആരുടെ അല്ല, നിന്റെ പുസ്തകമാണ്, യുവർ ബുക്ക്. ഈ വേർഡ്സ് നമ്മൾ ഓർത്ത് വെക്കുക. മൈ ബുക്ക്, ഹിസ് ബുക്ക്, ഹർ ബുക്ക്, അവർ ബുക്ക്, their ബുക്ക്, യുവർ ബുക്ക്. ഒരു വ്യക്തിയുടെ കാര്യം എന്ന് നമ്മൾ പറയുകയാണ്. ഇനി അതേപോലെ നിന്റെ അംബിഷൻ എന്നാണെങ്കിൽ യുവർ അംബിഷൻ. അവളുടെ അംബിഷൻ എന്നാണെങ്കിലോ? ഹർ അംബിഷൻ. ഇവിടെ പറയുന്നത് എൻ്റെ അംബിഷൻ ഒരു ടീച്ചർ ആവാനാണ്. അപ്പം എങ്ങനെ വരും? ആദ്യം എൻ്റെ അംബിഷൻ, എന്നെക്കുറിച്ച് പറയുകയല്ലേ. മൈ അംബിഷൻ
is to. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഡയറക്ഷൻ കാണിക്കാനാണ് ടു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ ഞാൻ എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? മൈ ആംബിഷൻ ഇസ് ടു ബിക്കം എ ടീച്ചർ. എൻ്റെ അംബീഷൻ ടീച്ചർ ആവുക എന്നതാണ്. അപ്പം ആദ്യം മൈ ആംബിഷൻ ഇസ്, ഞാൻ എങ്ങോട്ടാ ഭാവിയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്? ടു ബിക്കം എ ടീച്ചർ. മൈ ആംബിഷൻ ഇസ് ടു ബിക്കം എ ടീച്ചർ. ഇനി നമ്മൾ പറയുകയാണ് അവൻ്റെ അംബീഷൻ ടീച്ചർ ആവുക ആണ്. അവൻ്റെ അംബീഷൻ എന്താണ്? ടീച്ചർ ആവാനാണ് അവൻ്റെ അംബീഷൻ. അപ്പോൾ ഹിസ് ബുക്ക് എന്ന് നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ ഹിസ് ആംബിഷൻ ഇസ് ടു ബിക്കം എ ടീച്ചർ. ഹിസ് ആംബിഷൻ ഇസ് ടു ബിക്കം എ ടീച്ചർ. ഇനി നമ്മൾ പറയുകയാണ് ഒരു വ്യക്തിയുടെ പേര് നമുക്ക് കൊടുക്കാം. ആദർശിന്റെ അംബീഷൻ ടീച്ചർ ആവുക എന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഇതൊരു സ്പെഷ്യൽ സെന്റൻസ് ആണ്. ആദർശ് അപ്പോസ്ട്രോഫി എസ്. ആദർശ് ആംബിഷൻ is to become a teacher. ആദർശ് ambition is to become a teacher. ഇതൊന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാൻ നമുക്ക് വേറൊരു പേരെടുക്കാം. റിയ എന്ന പേരെടുക്കുകയാണെങ്കിലോ, റിയയുടെ അംബീഷൻ എന്നാണ് പറയുക. നമ്മൾ റിയ അംബീഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു അർത്ഥം വരുന്നില്ല. റിയയുടെ അംബീഷൻ ടീച്ചർ ആവാനാണ്. റിയാസ് ambition is to become a teacher. റിയാസ് ambition is to become a teacher. ഇനി നമ്മൾ പറയുകയാണ് റണയുടെ അംബീഷൻ ഒരു ടീച്ചർ ആവാനാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? റണാസ് ambition is to become a teacher. ഇനി നമ്മൾ പറയുകയാണ് ഒരു സെന്റൻസ് കൂടെ എങ്ങനെ എടുക്കാം? നിരഞ്ജനയുടെ അംബീഷൻ ടീച്ചർ ആവാനാണ്. നിരഞ്ജനാസ് ambition is to become a teacher. അപ്പോൾ ഒരു വ്യക്തിയുടെ പേര് വരുമ്പോൾ ഇങ്ങനെയുള്ള സെന്റൻസിൽ നമ്മൾ ഒരു എക്സ്ട്രാ എസ് ആ പേരിന്റെ കൂടെ ചേർക്കണം. ഇനി അടുത്ത ഒരു സെന്റൻസ് നമ്മൾ പറയുകയാണ്. ഇതേ പാറ്റേൺ ആണ്. ഞങ്ങളുടെ എല്ലാവരുടെയും അംബീഷൻ ഞങ്ങൾ ടീച്ചേഴ്സ് ആവണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അംബീഷൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ അംബീഷനേ ഉള്ളൂ. നമ്മളിത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ അംബീഷൻ എന്ന് നമ്മൾ ഏതൊരു BEd കോളേജിൽ പോയി അറിയാണ്ട് നമ്മൾ ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ചേർന്ന എല്ലാവരുടെ അംബീഷൻ ടീച്ചർ ആവണം എന്നാണല്ലോ. അപ്പോൾ അവർ ഒറ്റ സൗണ്ടിൽ പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും അംബീഷൻ ടീച്ചർ ആവണം എന്നാണ്. അപ്പം നമ്മളത് എങ്ങനെ പറയും? അവർ അംബീഷൻ, കാരണം എല്ലാവർക്കും ഒരു അംബീഷനാണ്. അവർ ambition is to become teachers. എല്ലാവരും ഒരു ടീച്ചർ ആവുകയാണോ? അല്ലല്ലോ. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് വരും. അവർ ambition is to become teachers. നമ്മൾ പറയുകയാണ് അവരുടെ അംബീഷൻ ടീച്ചേഴ്സ് ആവണം എന്നാണ്. their ambition is to become teachers. Their ambition is to become teachers. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി എടുക്കാം. നമ്മൾ പറയുകയാണ് എൻ്റെ അംബീഷൻ ഡോക്ടർ ആവണം എന്നാണ്. എൻ്റെ അംബീഷൻ ഡോക്ടർ ആവണം എന്നാണ്. ആദ്യം എന്ത് പറയാ? എന്നെ കുറിച്ച് പറയാം. എൻ്റെ ആംബിഷൻ, മൈ ആംബിഷൻ ഇസ്, ഇനി ഡിറക്ഷൻ കൊടുക്കുക, ടു ബിക്കം എ ഡോക്ടർ. സ്നേഹയുടെ ആംബിഷൻ ഡോക്ടർ ആവണം എന്നാണ്. ആദ്യം സ്നേഹയെ കുറിച്ച് പറയാം.
നമ്മൾ പറയുന്ന മെയിൻ വ്യക്തിയെക്കുറിച്ച് വേണം ആദ്യം സെൻറ്റൻസിലിടാൻ. സ്നേഹാസ് ആംബിഷൻ, ഡയറക്ഷൻ കൊടുക്കുക. സ്നേഹാസ് ആംബിഷൻ ഈസ് ടു ബിക്കം എ ഡോക്ടർ. ഇനി അവളുടെ ആംബിഷൻ ഡോക്ടർ ആവുക എന്നാണ്. ഹർ ആംബിഷൻ ഈസ് ടു ബിക്കം എ ഡോക്ടർ. അവരുടെ എല്ലാവരുടെ ആംബിഷൻ ഡോക്ടേഴ്സ് ആവുക എന്നാണ്. അവരുടെ വരുമ്പോൾ their ambition is to become doctors. ഇനി ഞങ്ങൾ എല്ലാവരും ഡോക്ടർ ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെ ആംബിഷൻ ഡോക്ടേഴ്സ് ആവണം എന്നാണ്. അപ്പം നമ്മൾ എങ്ങനെ പറയും? our ambition is to become doctors. അപ്പം ഈ രീതിയിൽ നമുക്ക് ആംബിഷൻസിനെ കുറിച്ച് പറയുവാൻ സാധിക്കും. ഇനിയിപ്പോൾ ഒരു കുട്ടി പാട്ടുകാരി ആവണം എന്നാണ് ആംബിഷൻ എങ്കിലോ, എനിക്ക് പാട്ടുകാരി ആവണം. മൈ ആംബിഷൻ, വെരി ഗുഡ്, ഈസ് ടു ബിക്കം എ സിംഗർ. മൈ ആംബിഷൻ ഈസ് ടു ബിക്കം എ സിംഗർ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ പറഞ്ഞിട്ടുണ്ട്, സംഗീതം എന്ന് പറയുന്നത് അതൊരു സാഗരമാണ്. അതിലെ ഒരു ചെറിയൊരു കുട്ടി മാത്രമാണ് ഞാൻ. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ചെറിയ കുട്ടി മാത്രമാണ് ഞാൻ. എൻ്റെ ദാസേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂസിൽ ഇത് പറയാറുണ്ട്. അത്രയും വലിയൊരു പേഴ്സണാലിറ്റി, സംഗീതത്തിൻ്റെ ഒരു ചെറിയ കുട്ടിയാണ് ദാസേട്ടൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ ദാസേട്ടൻ്റെ ആ വിനയവും ഹാർഡ് വർക്കും ഉറപ്പായിട്ടും നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നാലും ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതന്നെയാണ് നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും. ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു സാഗരമായിട്ട് നമ്മൾ കാണണം. നമ്മൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് കൂടുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലാംഗ്വേജിൽ പഠിക്കുവാനുണ്ട്. കുറച്ച് പഠിച്ചത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. കാരണം ഓരോ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ അത്രയും പഠിക്കുമ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസോട് കൂടെ പറയുവാൻ പറ്റും. ഏത് സിറ്റുവേഷനാണ് വരുന്നതെന്ന് നമുക്ക് നേരത്തെ അങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഒരു ടൈം നീക്കി വെച്ച് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഏത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് കോൺഫിഡൻസോടെ ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആംബിഷൻ എന്താവണം? മൈ ആംബിഷൻ ഈസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. മൈ ആംബിഷൻ ഈസ്, ഇനി ഡയറക്ഷൻ, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പറയുവാൻ. മൈ ആംബിഷൻ ഈസ് ടു സ്പീക്ക് എന്ത്? ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഇപ്പം നമ്മുടെ ആംബിഷൻ ഇതായിരിക്കണം. ഇപ്പം ദാസേട്ടൻ പറഞ്ഞു തന്ന ഈ ഉപദേശം, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? അഡ്വൈസ്. ഇനി നമുക്ക് കുറച്ച് അഡ്വൈസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ വേഗത്തിൽ ഈസിയായി നമുക്ക് ഇംഗ്ലീഷിൽ അഡ്വൈസ് കൊടുക്കാൻ സാധിക്കും. 2 വാക്കുകൾ മാത്രം നമ്മൾ ഓർത്താൽ മതി. ഷുഡ്, മസ്റ്റ്. സമാധാനത്തോടെ അഡ്വൈസ് കൊടുക്കുവാനാണെങ്കിൽ നമ്മൾ ഷുഡ് യൂസ് ചെയ്യും. ഇനി നല്ല സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കാനാണെങ്കിലോ മസ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് വരുന്ന സാഹചര്യം അനുസരിച്ച് നമുക്കിതിൽ 2 ഏതാണെങ്കിലും നമുക്ക് പ്രയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സമാധാനം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു കുട്ടിയോട് പറയുകയാണ്, 1 മാസമേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ നമ്മൾ ആ കുട്ടിയോട് പറയുകയാണ്, നീ കുറച്ചും കൂടെ പഠിക്കണം, നീ കുറച്ചും കൂടി പഠിക്കണം. അപ്പം നമ്മൾ സാധാരണ പഠിച്ച സെൻറ്റൻസ് സ്ട്രക്ചർ തന്നെയാണ്
ആദ്യം സബ്ജക്റ്റ് വരും. ഈ സെന്റൻസിൽ മെയിൻ ആയിട്ടുള്ള ആളാണ് സബ്ജക്റ്റ്. നീ കുറച്ചും കൂടെ പഠിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ആ കുട്ടിയല്ലേ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യു ഷുഡ് അഡ്വൈസ് ആയതുകൊണ്ട് എന്ത് വന്നു? ഷുഡ്. ഇനി അഡ്വൈസ് പറയാം. സ്റ്റഡി മോർ. യു ഷുഡ് സ്റ്റഡി മോർ. നീ കുറച്ചും കൂടെ പഠിക്കണം. യു അഡ്വൈസ് ആയത് കാരണം ഷുഡ് സ്റ്റഡി മോർ. ഇനി നമ്മൾ പറയുകയാണ് പ്രിയ കുറച്ചും കൂടെ പഠിക്കണം. പ്രിയ കുറച്ചും കൂടി പഠിക്കണം. നമ്മൾ അഡ്വൈസ് കൊടുക്കുകയാണ്, പ്രിയ കുറച്ചും കൂടി പഠിക്കണം. പ്രിയ ഷുഡ് സ്റ്റഡി മോർ. പ്രിയ ഷുഡ് സ്റ്റഡി മോർ. അപ്പൊ നോക്കിക്കേ, അഡ്വൈസിന്റെ സ്ട്രക്ചർ എന്ത് സിമ്പിളാ. സബ്ജക്റ്റ്, ഷുഡ്, അഡ്വൈസ്. ആദ്യം സബ്ജക്റ്റ് പറയുക, ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ വ്യക്തിയുടെ പേര് പറയുക, പിന്നെ ഷുഡ് പറയുക, പിന്നെ നമ്മുടെ അഡ്വൈസും പറയുക. ഇനി നമ്മൾ പറയുകയാണ്, ഒരു കുട്ടിയുടെ പാരൻസ് വന്നു എന്ന് വിചാരിക്കുക. പാരന്റ് ടീച്ചർ മീറ്റിംഗ് ആണ് എന്ന് വിചാരിക്കുക സ്കൂളിൽ. അപ്പം നമ്മൾ പറയുകയാണ് അവൻ കുറച്ചും കൂടെ പഠിക്കണം. പഠിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, അവൻ കുറച്ചും കൂടെ പഠിക്കണം. അപ്പോൾ അവൻ എന്ന് വരുമ്പോൾ ഹീ ഷുഡ്. ഇനി നമ്മുടെ അഡ്വൈസ് പറയുക, സ്റ്റഡി മോർ. അവൾ കുറച്ചും കൂടെ പഠിക്കണം എന്നാണെങ്കിലോ, ഷീ ഷുഡ് സ്റ്റഡി മോർ. ഇനി നമ്മൾ പറയുകയാണ് അവർ കുറച്ചും കൂടി പഠിക്കണം. ആ കുട്ടികളെല്ലാം അവർ കുറച്ചും കൂടി പഠിക്കണം. അവർന്ന് വരുമ്പോൾ ദേ ഷുഡ് സ്റ്റഡി മോർ. ദേ ഷുഡ്. പിന്നെ നമ്മുടെ അഡ്വൈസ് സ്റ്റഡി മോർ. ഇനി അതെല്ലാം പോട്ടെ, നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു വിളി വരികയാണ്, നമ്മൾ കുറച്ചും കൂടി ഒന്ന് പഠിക്കണം. അപ്പം അതെങ്ങനെ പറയും? നമ്മൾ എന്ന് പറയുമ്പോൾ വി ഷുഡ് സ്റ്റഡി മോർ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ഒന്ന് കുറച്ചുകൂടെ പഠിക്കണം. അപ്പം അതെങ്ങനെ പറയും? വി ഷുഡ് സ്റ്റഡി മോർ. ഇനി നമ്മൾ എന്നാക്കണ്ട, ഞാൻ തന്നെ കുറച്ചുകൂടെ ഒന്ന് പഠിക്കണം. ഞാൻ കുറച്ചുകൂടെ ഒന്ന് പഠിക്കണം. ഇപ്പം എന്നെ കുറിച്ചല്ലേ പറയുന്നേ. ഐ ഷുഡ് സ്റ്റഡി മോർ. അപ്പം നമ്മൾ നമ്മളെ തന്നെ ഉപദേശിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? ഐ ഉപദേശമായത് കാരണം ഷുഡ് എന്താ? സ്റ്റഡി മോർ. ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി നമ്മൾ വിചാരിക്കുക, ഒരു കുട്ടിക്ക് ആ കുട്ടി ഉറക്കം അങ്ങനെ ഇല്ല, ആ കുട്ടിക്ക് ഉറക്കം അങ്ങനെ കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഉപദേശം കേട്ട് ആ കുട്ടി ഉറങ്ങാതെ പഠിക്കുകയായിരിക്കും. അപ്പം നമ്മൾ പറയുകയാണ് കുറച്ചും കൂടെ ഉറങ്ങണം, നിനക്ക് കുറച്ചും കൂടെ ഉറക്കം വേണം, കുറച്ചും കൂടെ ഉറങ്ങണം എന്ന് പറയുകയാണ്. അപ്പം എങ്ങനെ പറയും? യു ഷുഡ്. ഇനി അഡ്വൈസ് കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? സ്ലീപ്പ് മോർ. യു ഷുഡ് സ്ലീപ്പ് മോർ. നീ കുറച്ചും കൂടെ ഉറങ്ങണം. യു ഷുഡ് സ്ലീപ്പ് മോർ. ഇനി നമ്മൾ പറയുകയാണ് അവൻ കുറച്ചും കൂടി ഉറങ്ങണം. അപ്പം എങ്ങനെ വരും? ഹീ ഷുഡ്. ഇനി അഡ്വൈസ് പറയുക, സ്ലീപ്പ് മോർ. അവൾ കുറച്ചും കൂടി ഉറങ്ങണം. ഷീ ഷുഡ് സ്ലീപ്പ് മോർ. ഇനി നമ്മൾ പറയുകയാണ് അഭിനവ് കുറച്ചും കൂടെ ഉറങ്ങണം. അഭിനവ് ഷുഡ് സ്ലീപ്പ് മോർ.
ഇനി വിചാരിക്കുക നമ്മൾ പറയുകയാണ് അവർ കുറച്ചും കൂടി ഉറങ്ങണം. അങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? They should sleep more. They should sleep more. ഇനി വിചാരിക്കുക നമ്മളെല്ലാം ഉറക്കമില്ലാണ്ട് നമ്മൾ പഠിക്കുകയാണ്. നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉറങ്ങണം. ഉറക്കമില്ലായ്മയുണ്ട്, ഉറങ്ങുന്നുണ്ട്, പക്ഷെ കുറച്ച് ഉറങ്ങുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഉറങ്ങണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉറങ്ങണം എന്നെങ്ങനെ പറയും? We should sleep more. We should sleep more. ഇനി നമ്മൾ പറയുകയാണ് ഞാൻ കുറച്ചും കൂടി ഉറങ്ങണം. എന്നോട് തന്നെ പറയുകയാണ് ഞാൻ കുറച്ചും കൂടി ഉറങ്ങണം. I should sleep more. I should sleep more. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അഡ്വൈസസ് പറയുവാൻ സാധിക്കും. ആദ്യം സബ്ജക്റ്റ് പറയുക, എന്നിട്ട് ഷുഡ് പറയുക, അതിനുശേഷം അഡ്വൈസ് കൊടുക്കുക. ഇതെല്ലാം സമാധാനത്തോടെ നമ്മൾ പറയുന്ന അഡ്വൈസസ് ആയിരുന്നു. ഇനി നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് എങ്ങനെ അഡ്വൈസ് പറയാം ഇംഗ്ലീഷിൽ നിന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത സെന്റൻസ് തന്നെ, നീ കുറച്ചും കൂടെ പഠിക്കണം എന്നെങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറയുക? ഗുഡ്. യു ഷുഡ് സ്റ്റഡി മോർ. നീ കുറച്ചും കൂടെ പഠിക്കണം. ഇത് എക്സാമിന് 1 മാസം മുമ്പാണ് നമ്മൾ പറയുന്നത്. ഇനി എക്സാമിന് തലേ ദിവസം നമ്മൾ നീ കുറച്ചും കൂടെ പഠിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നീ കുറച്ചും കൂടെ പഠിച്ചേ പറ്റൂ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മസ്റ്റ് യൂസ് ചെയ്യണം. ഷുഡിൻ്റെ അവിടെ മസ്റ്റ് വെക്കുക. യു മസ്റ്റ് സ്റ്റഡി മോർ. നീ കുറച്ചും കൂടെ പഠിച്ചേ പറ്റൂ. അപ്പൊ എങ്ങനെ വരും? യു മസ്റ്റ് സ്റ്റഡി മോർ. ഈ രീതിയിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യുവാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പറയുകയാണ് നീ കുറച്ചും കൂടെ വായിക്കണം. അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ്. നീ കുറച്ചും കൂടെ വായിച്ചേ പറ്റൂ. നീ കുറച്ചും കൂടെ വായിച്ചേ പറ്റൂ. അപ്പൊ എങ്ങനെ പറയും? യു മസ്റ്റ് റീഡ് മോർ. ആദ്യം സെന്റൻസിലെ മെയിൻ ആൾ, അയാളാണ് സബ്ജക്റ്റ്. മെയിൻ ആളാരാ? നീ കുറച്ചും കൂടെ വായിച്ചേ പറ്റൂ. അപ്പൊ നിന്നെ കുറിച്ചാ പറയുന്നത്. യു ആണ് സബ്ജക്റ്റ്. യു സ്ട്രിക്റ്റ് ആയി പറയുമ്പോൾ മസ്റ്റ്. ഇനി അഡ്വൈസ് കൊടുക്കുക. റീഡ് മോർ. ഇനി നമ്മൾ പറയുകയാണ് സ്ട്രിക്റ്റ് ആയിട്ട് പ്രിയ കുറച്ചുകൂടെ വായിച്ചേ പറ്റൂ. ഇനി ഇങ്ങനെ സമയം കളയാനില്ല. പ്രിയ കുറച്ചും കൂടെ വായിച്ചേ പറ്റൂ. അപ്പോൾ യുവിൻ്റെ അവിടെ പ്രിയയെ വെക്കുക. പ്രിയ മസ്റ്റ് റീഡ് മോർ. പ്രിയ മസ്റ്റ് റീഡ് മോർ. ഇനി നമ്മൾ പറയുകയാണ് അവര് കുറച്ചുകൂടെ വായിച്ചേ പറ്റൂ. അവര് കുറച്ചുകൂടെ വായിച്ചേ പറ്റൂ. അപ്പോൾ എങ്ങനെ വരും? They must read more. They must read more. നമ്മൾ പറയുകയാണ് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ പോരാ, നമ്മൾ കുറച്ചുകൂടെ വായിച്ചേ പറ്റൂ. തമ്മിൽ പറയുകയാണ്. അപ്പോൾ എങ്ങനെ പറയും? We must read more. We must read more. ഇനി അവസാനം നമ്മൾ പറയുകയാണ് ഒന്നും വേണ്ട, ഞാൻ നന്നായിട്ട് വായിച്ചേ പറ്റൂ, ഞാൻ കുറച്ചുകൂടെ വായിച്ചേ പറ്റൂ എന്ന് പറയുകയാണ്. I must read more. I must read more. അപ്പോൾ ഈ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് അഡ്വൈസസ് പറയുവാൻ സാധിക്കും. ഇപ്പം നമ്മൾ വിചാരിക്കുക നമ്മൾ ട്രാഫിക് സിഗ്നൽസ് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമല്ലേ. നമ്മുടെ ലൈഫും അതേപോലെ തന്നെ ഒരുപാട് പേരുടെ ലൈഫും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളത് എങ്ങനെ പറയും? സോഫ്റ്റായിട്ട്
ആണോ സ്ട്രിക്റ്റ് ആയിട്ടാണോ പറയേണ്ടത്? സ്ട്രിക്റ്റ് ആയിട്ട്. അപ്പോൾ ഷുഡ് ആണോ മസ്റ്റ് ആണോ യൂസ് ചെയ്യേണ്ടത്? മസ്റ്റ്. യു മസ്റ്റ് ഫോളോ എന്ത്? ദ ട്രാഫിക് സിഗ്നൽസ്. നീ ട്രാഫിക് സിഗ്നൽസ് ഫോളോ ചെയ്യണം. സ്ട്രിക്റ്റ് ആയിട്ട് പറയാം, നീ ട്രാഫിക് സിഗ്നൽസ് ഫോളോ ചെയ്തേ പറ്റൂ. യു മസ്റ്റ് ഫോളോ ദ ട്രാഫിക് സിഗ്നൽസ്. ഇനി നമ്മൾ പറയുകയാണ് അവൻ ട്രാഫിക് സിഗ്നൽസ് ഫോളോ ചെയ്തേ പറ്റൂ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവൻ ട്രാഫിക് സിഗ്നൽസ് ഫോളോ ചെയ്തേ പറ്റൂ. അവന് വരുമ്പോൾ ഹി, ബാക്കിയെല്ലാം സെയിം. ഹി മസ്റ്റ് ഫോളോ ദ ട്രാഫിക് സിഗ്നൽസ്. അവൾ എന്നാണെങ്കിലോ ഷീ മസ്റ്റ് ഫോളോ ദ ട്രാഫിക് സിഗ്നൽസ്. ഇനി നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു കാറിൽ സിഗ്നൽസ് ഫോളോ ചെയ്യാണ്ട് ആ കാറ് പോവാണ്. ദേ മസ്റ്റ് ഫോളോ ട്രാഫിക് സിഗ്നൽസ്. ദേ മസ്റ്റ് ഫോളോ ട്രാഫിക് സിഗ്നൽസ്. ഇനി അവര് ഓടിക്കുന്നത് നോക്കി നിന്ന സമയത്ത് നമ്മൾ സിഗ്നൽ നോക്കാൻ അറിയാതെ വിട്ടുപോയെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയും വി മസ്റ്റ് ഫോളോ ട്രാഫിക് സിഗ്നൽസ്. നമ്മൾ തന്നെ സിഗ്നൽസ് ഫോളോ ചെയ്തേ പറ്റൂ. വി മസ്റ്റ് ഫോളോ ട്രാഫിക് സിഗ്നൽസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുവാൻ സാധിക്കും. ഇനി വേറൊരു രീതിയിലും നമുക്ക് അഡ്വൈസ് കൊടുക്കാം. അത് വളരെ സിമ്പിളാണ്. ഈ സെൻറ്റൻസ് സ്ട്രക്ചർ തന്നെയാണ്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു കുട്ടിക്ക് ആ കുട്ടി അത്ര ഉറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ പറയുകയാണ് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ നമ്മൾ പറയുക? നീ കുറച്ചും കൂടി ഉറങ്ങണമെന്ന് സോഫ്റ്റ് ആയിട്ട് പറയുമ്പോൾ യു ഷുഡ് സ്ലീപ് മോർ. യു ഷുഡ് സ്ലീപ് മോർ. അപ്പം നമ്മൾ പറയുന്നത് കേട്ട് ആ കുട്ടി അറിയാതെ ഒരുപാട് ഉറങ്ങുകയാണ്. അപ്പം നമ്മൾ പറയുകയാണ് ഇത്ര നീ ഉറങ്ങേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറയുകയാണ്. അപ്പം നമ്മൾ എങ്ങനെ പറയും? ഒരു വാക്ക് മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി, നോട്ട്. നമ്മുടെ അഡ്വൈസിന് മുമ്പ് നോട്ട് ചേർക്കുക. യു ഷുഡ് നോട്ട് സ്ലീപ് മോർ. യു ഷുഡ് നോട്ട് സ്ലീപ് മോർ. പിന്നെ നമ്മൾ പറയുകയാണ് അവൻ അധികം ഉറങ്ങാൻ പാടില്ല. അവൻ ഉറക്കത്തിൽ കൂടുന്നുണ്ട്, അവൻ അധികം ഉറങ്ങാൻ പാടില്ല. അപ്പം നമ്മളത് പറയുകയാണ്, നമ്മളൊരു വ്യക്തിക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്, അവൻ അധികം ഉറങ്ങുവാൻ പാടില്ല. അപ്പം അതെങ്ങനെ പറയും? ഹി ഷുഡ് നോട്ട് സ്ലീപ് മോർ. ഹി ഷുഡ് നോട്ട് സ്ലീപ് മോർ. ഇനി അവൾ അധികം ഉറങ്ങാൻ പാടില്ല എന്നാണെങ്കിലോ ഷീ ഷുഡ് നോട്ട് സ്ലീപ് മോർ. ഷീ ഷുഡ് നോട്ട് സ്ലീപ് മോർ. ഇനി നമ്മൾ പറയുകയാണ് അവർ അധികം അങ്ങനെ ഉറങ്ങുവാൻ പാടില്ല. അവരങ്ങനെ അധികം അങ്ങനെ ഉറങ്ങിയാൽ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ അവരങ്ങനെ അധികം ഉറങ്ങുവാൻ പാടില്ല. ദേ ഷുഡ് നോട്ട് സ്ലീപ് മോർ. അവർ എന്ന് പറയുമ്പോൾ ദേ ഷുഡ് നോട്ട് സ്ലീപ് മോർ. ഇനി അവരെയൊക്കെ പറഞ്ഞു നമ്മൾ തന്നെ അധികം ഉറങ്ങിയാൽ നമ്മുടെ ഹെൽത്തിന് മോശമല്ലേ. നമ്മൾ തമ്മിൽ പറയുകയാണ് വി ഷുഡ് നോട്ട് സ്ലീപ് മോർ. വി ഷുഡ് നോട്ട് സ്ലീപ് മോർ. നമ്മൾ അധികം അങ്ങനെ ഉറങ്ങുവാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇനി വേറൊരു സെന്റൻസ് എടുക്കുകയാണെങ്കിലോ യു ഷുഡ് നോട്ട് ഫോർഗെറ്റ് ടു ഈറ്റ്. ഇപ്പോൾ ഒരു കുട്ടി പുറത്തുള്ളൊരു രാജ്യത്തിൽ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ കുട്ടിയോട് പറയുകയാണ് ഭക്ഷണം എല്ലാം കറക്റ്റ് സമയത്ത് കഴിക്കണം,
ഭക്ഷണം കഴിക്കാൻ മറന്നു പോകരുത് എന്ന് പറയുകയാണ്. ബാക്കി തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ മറന്നു പോകരുത്. അപ്പൊ ഇങ്ങനെ പറയും, യു ഷുഡ് നോട്ട് forget to eat. You should not forget to eat. ഇനി വെള്ളം കുടിക്കുവാൻ മറന്നു പോകരുത് എന്നാണെങ്കിൽ എങ്ങനെ പറയും? You should not forget to drink water. You should not forget. എന്ത് മറക്കരുതെന്നാ? എങ്ങോട്ടാ പോകുന്ന ഡയറക്ഷൻ? To drink water. You should not forget to drink water. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കാം. ഇനി മസ്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്വൈസസ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നീ ഫുഡ് വേസ്റ്റ് ചെയ്യരുത്, നീ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത് എന്ന് നമ്മൾ എങ്ങനെ പറയും? യു മസ്റ്റ് നോട്ട് വേസ്റ്റ് ഫുഡ്. ആദ്യം നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അയാളെ ആദ്യം വെക്കുക. സബ്ജക്റ്റ് ആണ് അദ്ദേഹം. യു. ഇനി സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ആയത് കാരണം മസ്റ്റ്. നമ്മൾ ചെയ്യണ്ടെന്ന് പറയുന്നത് കൊണ്ട് നോട്ട്. എന്താ ചെയ്യണ്ട പറയുന്നത്? വേസ്റ്റ് ഫുഡ്. യു മസ്റ്റ് നോട്ട് വേസ്റ്റ് ഫുഡ്. ഇനി നമ്മൾ പറയുകയാണ്, നമ്മളൊരു ജനറൽ ആയിട്ട് ഒരു ഉപദേശം കൊടുക്കുകയാണ്. നമ്മൾ ആരും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആരും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളെ പറ്റി പറയുമ്പോൾ എന്ത് വരും? വി. ഇപ്പൊ സ്റ്റാർട്ടിങ് വി ചേർക്കുക. വി മസ്റ്റ് നോട്ട് വേസ്റ്റ് ഫുഡ്. വി മസ്റ്റ് നോട്ട് എന്ത് ചെയ്യരുത്? വേസ്റ്റ് ഫുഡ്. ഇനി നമ്മളൊരു കുട്ടിയോട് പറയുകയാണ്, എക്സാം എടുത്തു, ഇനി എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കരുത്. സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ്. അപ്പൊ നമ്മൾ അതെങ്ങനെ പറയും? ചെയ്യണ്ടെന്ന് പറയുമ്പോൾ നോട്ട് ആഡ് ചെയ്യണം. യു മസ്റ്റ് നോട്ട് യൂസ് ഫോൺ ഓൾവേസ്. You must not use phone always. ഇനി നമ്മൾ പറയുകയാണ്, നമ്മൾ ഉപദേശം കൊടുക്കുകയാണ്, അവൻ ഫോൺ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല. എക്സാം എടുത്തില്ലേ? അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് കാണാൻ മാത്രമാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. അല്ലാത്ത സമയം ഫോൺ നോക്കുവാൻ പാടില്ല എന്ന് നമ്മൾ പറയുകയാണ്. അപ്പം എങ്ങനെ പറയും? യുവിൻ്റെ അവിടെ ഹി ചേർക്കുക. അവൻ എന്ന് വരുമ്പോൾ ഹി. ഹി മസ്റ്റ് നോട്ട് എന്ത് ചെയ്യരുത്? യൂസ് ഫോൺ ഓൾവേസ്. ഹി മസ്റ്റ് നോട്ട് യൂസ് ഫോൺ ഓൾവേസ്. ഇനി അവൾ ഫോൺ എപ്പോഴും യൂസ് ചെയ്യരുത് എന്ന് നമ്മൾ അഡ്വൈസ് കൊടുക്കുകയാണെങ്കിലോ? ഷീ മസ്റ്റ് നോട്ട് യൂസ് ഫോൺ ഓൾവേസ്. ഷീ മസ്റ്റ് നോട്ട് യൂസ് ഫോൺ ഓൾവേസ്. ഇനി നമ്മൾ പറയുകയാണ്, അവർ ഫോൺ എപ്പോഴും യൂസ് ചെയ്യരുത്. ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അവർ ഫോൺ എപ്പോഴും യൂസ് ചെയ്യരുത്. They must not use phone always. They must not use phone always. ഇനി നമ്മൾ ജനറൽ ആയിട്ടൊരു അഡ്വൈസ് കൊടുക്കുകയാണ്, നമ്മൾ ആരും ഫോൺ ഒരുപാട് എപ്പോഴും യൂസ് ചെയ്യരുത്. നമ്മൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? വി. We must not use phone
always. We must not use phone always. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എത്ര സിമ്പിളായിട്ട് അഡ്വൈസ് പറയുന്നത് പഠിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ആംബിഷൻസ് നോക്കി, ഇപ്പോൾ അഡ്വൈസസ് നോക്കി. ഇത് നമ്മൾക്ക് മറ്റുള്ള വ്യക്തികൾക്കും യൂസ്ഫുൾ ആവുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പഠിച്ചത്. അപ്പോൾ എല്ലാ സെൻറ്റൻസസും നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും യൂസ്ഫുൾ തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ പ്രത്യേകിച്ച് അഡ്വൈസ് ആയത് കാരണം ഞാനിങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ ആംബിഷൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക എന്നതാണ് നമ്മുടെ ആംബിഷൻ. അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ട അഡ്വൈസ് എന്താ? We must practice regularly. We must practice regularly. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമ്മളൊരു ടൈം സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുവാൻ സാധിക്കും. ഇപ്പോൾ സെൻറ്റൻസസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. Also subscribe. So see you in the next class. Have a nice day.